നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തായാലും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കളിക്കാൻ എതിർ ടീമിൽ ആൾ തികയാത്തത് കൊണ്ട് ബാഴ്സലോണയുടെ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. പ്രീസ്റ്റൺ നോർത്തുമായിട്ട് ഇന്നാണ് ബാഴ്സലോണ പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം കളിക്കേണ്ടിയിരുന്നത്. പക്ഷേ പ്രീസ്റ്റൺ അറിയിച്ചു, ഞങ്ങളുടെ ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് എല്ലാവരും അവൈലബിൾ അല്ല, വേണമെങ്കിൽ അണ്ടർ 21 ടീമുമായിട്ട് കളിക്കാം. അത് വേണ്ട എന്ന് ഹൻസി ഫ്ലിക്കും സംഘവും തീരുമാനിച്ചു. ഇന്ന് തന്നെ ബ്രിട്ടനിലെ അവരുടെ ട്രെയിനിങ് ക്യാമ്പ് പൂർത്തിയാക്കി അവർ കാറ്റലോണിയയിലേക്ക് മടങ്ങും. അതിനുശേഷം പിന്നെ അടുത്ത 8-ാം തീയതിയൊക്കെ ബാഴ്സലോണക്ക് ഫ്രണ്ട്ലി മത്സരമുള്ളൂ. എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിപ്പോയി. നമുക്ക് മുന്നോട്ട് പോയിട്ട് റിപ്പോർട്ടിലേക്ക് പോകാം. ബാഴ്സലോണ വാസ് ഷെഡ്യൂൾഡ് ടു പ്ലേ എ ക്ലോസ്ഡ് ഡോർ ഫ്രണ്ട്ലി മാച്ച് വേഴ്സസ് പ്രീസ്റ്റൺ നോർത്ത് എൻഡ്, ബട്ട് ഇറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. പ്രീസ്റ്റൺ അറിയിച്ചത് അവർക്ക് ആവശ്യത്തിനുള്ള ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അണ്ടർ 21 ടീമുമായിട്ട് കളിക്കാമെന്ന് അവർ അറിയിച്ചെങ്കിലും കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള പൊസിഷനാണ് വേണ്ടത് എന്ന നിലപാടാണ് ഹൻസി ഫ്ലിക്കും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും എടുത്തത്. സോ ദേ ഡിസൈഡഡ് ടു ക്യാൻസൽ ദി ഗെയിം ആൻഡ് ഫോക്കസ് വൺ മോർ ട്രെയിനിങ് സെഷൻ ഇൻസ്റ്റെഡ് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, പ്രീസ്റ്റൺ നോർത്ത് എൻഡിന് ഇനി കർബാവോ കപ്പ് ഫസ്റ്റ് റൗണ്ട് മത്സരമുണ്ട് ഹഡേഴ്സ്ഫീൽഡുമായിട്ട്. അത് 8-ാം തീയതിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഒരു കളി കളിച്ച് പരിക്ക് പറ്റണ്ട എന്ന് കരുതിയതാണ് എന്നുള്ള ചില സൂചനകൾ കൂടി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ഇനി ബാഴ്സക്ക് അടുത്ത മത്സരം അത് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് ഓഗസ്റ്റ് 9 പുലർച്ചെ 12:30. പക്ഷേ ആ കളി 45 മിനിറ്റേ ഉള്ളൂ. അന്നത്തെ കളിയുടെ തന്നെ 2-ാം പകുതി സെക്കൻഡ് ഹാഫ് യുഡിനീസിയുമായിട്ടായിരിക്കും കളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇനി ബാഴ്സലോണ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.